പുട്ടുംകുറ്റിയുടെ ചില്ല് കാണാത്തോണ്ട് എൻ്റെ അമ്മ ഇഡ്ഡലി തട്ടിലിട്ടിട്ടാ പുട്ടുണ്ടാക്കിയത്. അപ്പൊ രാവിലെ ഇന്ന് പുട്ടും ചെറുപയർ കറിയും പപ്പടമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനും ആദർശനും ഇത് ചായയൊക്കെ കുടിച്ചു. എൻ്റെ അച്ഛമ്മ വന്നിട്ടായിട്ട് അങ്ങനെ അച്ഛമ്മയുടെ അടുത്ത് കുറെ നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഉമ്മർത്തിരിക്കാനുണ്ട്. അപ്പോഴാണ് പാവപ്പാപ്പം വരണേ. അങ്ങനെ ഇവര് രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കട്ടോ. അപ്പൊ ഞാനും ഇവരുടെ വർത്താനമൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ സ്വത്തുമണി എത്തിയിട്ട് ഇവളുള്ളതാണ് എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം. ഇവളായിട്ട് കുറെ നേരം കളിച്ചിട്ട് അങ്ങനെ ഇരിക്കൂട്ടോ. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പൊ അമ്മയ്ക്കായാലും ആദർശനായാലും നേരം പോകാൻ ഇപ്പോൾ ഇവള് വേണം കേട്ടോ. അപ്പൊ ഇവള് വന്നാൽ നമ്മളങ്ങനെ ചില്ലായിട്ട് ഇരിക്കും. ഉച്ചയ്ക്ക് നല്ല പൊരി വെയിലാണല്ലോ. അപ്പൊ അമ്മ പണിക്ക് നിൽക്കുന്ന സമയത്ത് അവളെന്നെ വീട്ടിലേക്കാക്കാൻ കൊണ്ടുപോട്ടോ. അപ്പൊ അമ്മയുടെ തോർത്തുമുണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഇവളുടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട്. അപ്പൊ ഇവളുടെ വിചാരം ഇതെന്തോ ഹെയർ ബെൻഡോ എന്തോ ഭംഗിക്ക് വെക്കുന്ന സംഭവം എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഗമേലാണ് അവളുടെ വീട്ടിലേക്ക് പോണേട്ടോ. അപ്പൊ ബീനേച്ചി ഇത് ഇവര് വരണമെന്ന് നോക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പൊ ചില ദിവസങ്ങളിൽ ഇവളുടെ സൗണ്ട് കേട്ടിട്ട് തന്നെയാണ് ഞാൻ എനിക്കും ചെയ്യാറിട്ടാ. അപ്പൊ രാവിലെ കുളി കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടി നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് എന്ത് പണിയില്ല. അപ്പൊ അമ്മയും ആദർശനും കൂടിയിട്ട് ഇവളഞ്ഞ് ഇരുന്ന് കളിപ്പിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഇന്ന് ഞാൻ എനിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കളിയിലാണ്. ഇപ്പൊ നമ്മൾ എന്ത് കാണിച്ചു കൊടുത്താലും അതേപോലെ ചെയ്യൂട്ടോ. അപ്പൊ കുട്ടി ഒരടി രണ്ടടി ഒക്കെ വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം, എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ 3 പേരും ഇവള് പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ പിടിക്കൂട്ടാ. പിന്നെ രാത്രിയിലാണ് ഇവള് കൂടുതൽ ബീനേച്ചിട്ട് ഇടങ്ങേറാക്കാറ് കേട്ടോ. കാരണം നമ്മുടെ ഉമ്മറത്ത് ലൈറ്റ് കത്തുന്ന കണ്ട അപ്പം മൂപ്പത്തേക്ക് ഇങ്ങോട്ട് വരണം, എന്നിട്ട് അവിടെയുള്ള യുദ്ധം കേട്ടോ. പിന്നെ കുട്ടി ഇതേ മാമനെ ഉറക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. കുറച്ചേരൊക്കെ മടിയിൽ ഇങ്ങനെ തലവെക്കാൻ സമ്മതിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മാതൃശാന്റെ തലയൊക്കെ അവൾ ഉന്തി മാറ്റി തുടങ്ങി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വിഷ്ണാട്ടം വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് കാരണം നമുക്ക് വലിയ പോസ്റ്റ് ഒന്നും ആവാറില്ല കേട്ടോ. അങ്ങനെ ഇതേ ചേട്ടൻ വന്നു, അങ്ങനെ ചേട്ടനായിട്ട് സംസാരിച്ചു കേട്ടോ. അപ്പൊ അമ്മ ഇത് നമ്മൾ 3 പേർക്കും കൂടി എടുത്ത ഫ്രൂട്ട്സ് ചെത്തിയരുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ വർത്താനം പറയുന്നതിന്റെ ഇടയിൽ അച്ഛൻ ഫ്രൂട്ട്സ് കഴിക്കുക 3 പേരും അങ്ങോട്ട് കഴിക്കും, അല്ലെങ്കിൽ ഇത് ആരും തൊടില്ല കേട്ടോ. അങ്ങനെ ഇത് കുറെ നേരം കഴിഞ്ഞപ്പോ ചേട്ടനും പോയി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.